ഹലോ ഫ്രണ്ട്സ്, LDC റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് INC സമ്മേളനം നടന്ന സ്ഥലം, അതുപോലെ തന്നെ അതിന്റെ അധ്യക്ഷത വഹിച്ചത്, ആ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. INCയുടെ ആദ്യ സമ്മേളനം 1885 ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത്. INCയുടെ ആദ്യ സമ്മേളനം 1885 ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. WC ബാനർജി ആയിരുന്നു INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ആദ്യ സെക്രട്ടറി AO ഹ്യൂമാണ്. 9 പ്രമേയം അവതരിപ്പിച്ചു. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യം അയ്യരാണ്. അപ്പൊ INCയുടെ ആദ്യ സമ്മേളനം 1885 ബോംബെയിൽ വെച്ച് നടന്നു. WC ബാനർജി ആയിരുന്നു പ്രസിഡന്റ്. അടുത്തത് INCയുടെ രണ്ടാം സമ്മേളനം 1886 സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു. ദാദാഭായ് നവറോജി ആണ് പ്രസിഡന്റ്. 1886 കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് നടന്നത്. ദാദാഭായ് നവറോജി ആണ് പ്രസിഡന്റ്. INC പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശജനാണ് ദാദാഭായ് നവറോജി. 1887 സമ്മേളന വേദിയാണ് മദ്രാസ്. 1887 കോൺഗ്രസ് സമ്മേളന വേദിയാണ് മദ്രാസ്. ബദറുദ്ദീൻ തിയാബ്ജി ആണ് പ്രസിഡന്റ്. 1887 കോൺഗ്രസിന്റെ സമ്മേളന വേദിയാണ് മദ്രാസ്. ബദറുദ്ദീൻ തിയാബ്ജിയാണ് പ്രസിഡന്റ്. INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ് ബദറുദ്ദീൻ തിയാബ്ജി. അടുത്തത് 1888 അലഹബാദ് സമ്മേളനം, പ്രസിഡന്റ് ജോർജ് യൂൾ. 1888 അലഹബാദ് സമ്മേളനം, പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. INC പ്രസിഡന്റായ ആദ്യ വിദേശിയാണ് ജോർജ് യൂൾ. 1889 ബോംബെ സമ്മേളനം, വില്യം വെഡർബൺ ആണ് പ്രസിഡന്റ്. 1889 ബോംബെ സമ്മേളനം, വില്യം വെഡർബൺ ആണ് പ്രസിഡന്റ്. INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൺ. അതുപോലെ തന്നെ 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശിയും വില്യം വെഡർബൺ ആണ്. അപ്പൊ 1889 ബോംബെ സമ്മേളനം, വില്യം വെഡർബൺ ആണ് പ്രസിഡന്റ്. 1890 കൊൽക്കത്ത സമ്മേളനം, ഫിറോസ് ഷാ മേത്ത. 1890 കൊൽക്കത്ത സമ്മേളനം, ഫിറോസ് ഷാ മേത്തയാണ് പ്രസിഡന്റ്. INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റാണ് ഫിറോസ് ഷാ മേത്ത. ആദ്യത്തേത് ദാദാഭായ് നവറോജിയാണ്. ആദ്യ പാഴ്സി പ്രസിഡന്റ് ദാദാഭായ് നവറോജി, രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. അപ്പൊ 1890 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. 1899 നാഗ്പൂർ സമ്മേളനം, പ്രസിഡന്റ് P അനന്ത ചാർലു. 1891 നാഗ്പൂർ സമ്മേളനം, പ്രസിഡന്റ് P അനന്ത ചാർലു ആണ്. INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യക്കാരനാണ് P അനന്ത ചാർലു. അടുത്തത് 1894 മദ്രാസ് സമ്മേളനം, ആൽഫ്രഡ് വെബ് ആണ്. 1894 മദ്രാസ് സമ്മേളനം, ആൽഫ്രഡ് വെബ് ആണ്. INC പ്രസിഡന്റായ മൂന്നാമത്തെ വിദേശിയാണ് ആൽഫ്രഡ് വെബ്. 1894 മദ്രാസ് സമ്മേളനം, ആൽഫ്രഡ് വെബ്. അടുത്തത് 1896 കൊൽക്കത്ത സമ്മേളനം, റഹമത്തുള്ള സയാനിയാണ് പ്രസിഡന്റ്. 1896 കൊൽക്കത്ത സമ്മേളനം, റഹമത്തുള്ള സയാനിയാണ് പ്രസിഡന്റ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896 കൊൽക്കത്ത സമ്മേളനം, പ്രസിഡന്റ് റഹമത്തുള്ള സയാനി. വന്ദേ മാതരം ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അടുത്തത് 1897 അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനം, C ശങ്കരൻ നായരാണ് പ്രസിഡന്റ്. INC പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് C ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനം, C ശങ്കരൻ നായർ പ്രസിഡന്റ്. അടുത്തത് 1899 ലക്നൌ സമ്മേളനം, രമേശ് ചന്ദർ ദത്ത് ആണ് പ്രസിഡന്റ്. 1899 ലക്നൌ സമ്മേളനം, രമേശ് ചന്ദർ ദത്ത്. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യ സമ്മേളനമാണ് 1899 ലക്നൌ സമ്മേളനം, പ്രസിഡന്റ് രമേശ് ചന്ദർ ദത്ത്. അടുത്തത് 1901 കൊൽക്കത്ത സമ്മേളനം, ദിൻഷാ ഇ വാച്ചയാണ് പ്രസിഡന്റ്. 1901 കൊൽക്കത്ത സമ്മേളനം, ദിൻഷാ ഇ വാച്ച. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ INC സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം, പ്രസിഡന്റ് ദിൻഷാ ഇ വാച്ച. അടുത്തത് 1904 ബോംബെ സമ്മേളനം, ഹെൻറി കോട്ടൺ ആണ് പ്രസിഡന്റ്. 1904 ബോംബെ സമ്മേളനം, ഹെൻറി കോട്ടൺ ആണ് പ്രസിഡന്റ്. INC പ്രസിഡന്റായ നാലാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ.
1905 ബനാറസ് സമ്മേളനം പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ബനാറസ് സമ്മേളനം പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പൊ 1905 അപ്പോഴാണ് ബംഗാൾ വിഭജനം നടക്കുന്ന വർഷമാണ്. അപ്പോഴത്തെ INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. INC സമ്മേളന വേദി ബനാറസ് ആണ്. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. അടുത്തത് 1906 കൊൽക്കത്ത സമ്മേളനം ദാദാബായ് നവറോജി. 1906 കൊൽക്കത്ത സമ്മേളനം ദാദാബായ് നവറോജിയാണ് പ്രസിഡന്റ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനമാണ് ദാദാബായ് നവറോജിയുടെ 1906 കൊൽക്കത്ത സമ്മേളനം. അപ്പൊ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം 1906 കൊൽക്കത്ത സമ്മേളനം പ്രസിഡന്റ് ദാദാബായ് നവറോജി. അടുത്തത് 1907 സൂററ്റ് സമ്മേളനം റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡന്റ്. 1907 സൂററ്റ് സമ്മേളനം റാഷ് ബിഹാരി ഘോഷാണ് പ്രസിഡന്റ്. സൂററ്റ് വിഭജനം, മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞു. ഇതെല്ലാം ഈ ഒരു സമയത്താണ് നടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ 1908 മദ്രാസ് സമ്മേളനം, അതിനും പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷാണ്. 1908 മദ്രാസ് സമ്മേളനം റാഷ് ബിഹാരി ഘോഷാണ്. കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച സമ്മേളനമാണ് 1908 മദ്രാസ് സമ്മേളനം പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ്. അടുത്തത് 1909 ലാഹോർ സമ്മേളനം മദൻ മോഹൻ മാളവ്യ പ്രസിഡന്റ്. 1909 ലാഹോർ സമ്മേളനം മദൻ മോഹൻ മാളവ്യ പ്രസിഡന്റ്. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ INC പ്രസിഡന്റ് ആയിരുന്നു മദൻ മോഹൻ മാളവ്യ. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോഴുള്ള INC പ്രസിഡന്റ് മദൻ മോഹൻ മാളവ്യ 1909 ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. അടുത്തത് 1911 കൊൽക്കത്ത സമ്മേളനം BN ദർ ആണ് പ്രസിഡന്റ്. 1911 കൊൽക്കത്ത സമ്മേളനം BN ദർ ആണ്. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1911 കൊൽക്കത്ത സമ്മേളനം പ്രസിഡന്റ് BN ദർ ആണ്. ജനഗണമന ആലപിച്ചത് സരളാദേവി ചൗധരാണിയാണ്. അടുത്തത് 1912 ബങ്കിപ്പൂർ സമ്മേളനം RN മതോൽക്കർ ആണ് പ്രസിഡന്റ്. 1912 ബങ്കിപ്പൂർ സമ്മേളനം RN മതോൽക്കർ. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം പ്രസിഡന്റ് RN മതോൽക്കർ. അടുത്ത 1916 ലക്നൌ സമ്മേളനം AC മജുംദാർ ആണ് പ്രസിഡന്റ്. 1916 ലക്നൌ സമ്മേളനം AC മജുംദാർ. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ: മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. INCയും മുസ്ലിം ലീഗും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലക്നൌ ഉടമ്പടി ഒപ്പുവെച്ചു. ഇതാണ് ഈ 1916 ലക്നൌ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ. പ്രസിഡന്റ് AC മജുംദാർ. അടുത്തത് 1917 കൊൽക്കത്ത സമ്മേളനം ആനി ബസന്റ് ആണ് പ്രസിഡന്റ്. 1917 കൊൽക്കത്ത സമ്മേളനം ആനി ബസന്റ് ആണ് പ്രസിഡന്റ്. INC പ്രസിഡന്റായ ആദ്യ വിദേശ വനിത, INC പ്രസിഡന്റായ ആദ്യ വനിത, ഇതിനൊക്കെ ഉത്തരം ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റാണ് ആനി ബസന്റ്. അടുത്തത് 1919 അമൃത്സർ സമ്മേളനം മോത്തിലാൽ നെഹ്റു ആണ് പ്രസിഡന്റ്. 1919 അമൃത്സർ സമ്മേളനം മോത്തിലാൽ നെഹ്റു പ്രസിഡന്റ്. ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ട സമ്മേളനമാണ് 1919 അമൃത്സർ സമ്മേളനം പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു. അടുത്തത് 1920 കൊൽക്കത്ത സമ്മേളനം പ്രസിഡന്റ് ലാലാ ലജ്പത് റായ്. 1920 കൊൽക്കത്ത സമ്മേളനം പ്രസിഡന്റ് ലാലാ ലജ്പത് റായ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് 1920 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് 1920 കൊൽക്കത്ത സമ്മേളനത്തിനാണ്. 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് ആണ്. അടുത്തത് 1920 നാഗ്പൂർ സമ്മേളനം വിജയ രാഘവാചാര്യാണ് പ്രസിഡന്റ്. 1920 നാഗ്പൂർ സമ്മേളനം പ്രസിഡന്റ് വിജയ രാഘവാചാര്യ. നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. ഓക്കെ, അപ്പൊ 1920 കൊൽക്കത്ത സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്. അതേ വർഷം നാഗ്പൂർ വെച്ച സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. അപ്പൊ 1920 കൊൽക്കത്ത സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായും 1920 നാഗ്പൂർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് വിജയ രാഘവാചാര്യ.
അടുത്തത് 1921 അഹമ്മദാബാദ് സമ്മേളനം CR ദാസും ഹക്കീം അജ്മലുമാണ് പ്രസിഡന്റ്. 1921 അഹമ്മദാബാദ് സമ്മേളനം പ്രസിഡന്റ് CR ദാസും ഹക്കീം അജ്മൽ ഖാനുമാണ്. CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1921 അഹമ്മദാബാദ് സമ്മേളനം. ആദ്യത്തെ INC ആക്ടിംഗ് പ്രസിഡന്റാണ് ഹക്കീം അജ്മൽ ഖാൻ. അടുത്തത് 1922 ഗയാ സമ്മേളനം CR ദാസ് ആണ് പ്രസിഡന്റ്. 1922 ഗയാ സമ്മേളനം പ്രസിഡന്റ് CR ദാസ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INCയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 1922 ഗയാ സമ്മേളനം പ്രസിഡന്റ് CR ദാസ്. അടുത്തത് 1923 കാക്കിനാഡ സമ്മേളനം പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി. 1923 കാക്കിനാഡ സമ്മേളനം, കാക്കിനാഡ ആന്ധ്രാപ്രദേശാണ്. കാക്കിനാഡ സമ്മേളനം പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി. TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമാണ് 1923 കാക്കിനാഡ സമ്മേളനം പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി. അടുത്തത് 1923 ഡൽഹി പ്രത്യേക സമ്മേളനം പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. 1923 ഡൽഹി പ്രത്യേക സമ്മേളനം പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത് 1924 ബെൽഗാം സമ്മേളനം പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. 1924 ബെൽഗാം സമ്മേളനം, ബെൽഗാം കർണാടകയാണ്. ബെൽഗാം സമ്മേളനം പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ഗാന്ധിജി INC പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. അടുത്തത് 1925 കാൺപൂർ സമ്മേളനം പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനം പ്രസിഡന്റ് സരോജിനി നായിഡു ആണ്. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. INC പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി തെരഞ്ഞെടുത്തത് 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പ്രസിഡന്റ് സരോജിനി നായിഡു. അടുത്തത് 1927 മദ്രാസ് സമ്മേളനം MA അൻസാരിയാണ് പ്രസിഡന്റ്. 1927 മദ്രാസ് സമ്മേളനം MA അൻസാരിയാണ് പ്രസിഡന്റ്. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കപ്പെട്ടു. സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കപ്പെട്ട സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം പ്രസിഡന്റ് MA അൻസാരി. അടുത്തത് 1929 ലാഹോർ സമ്മേളനം പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനം പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ഇതൊക്കെയാണ്. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം, ജവഹർലാൽ നെഹ്റു ആദ്യമായി INC പ്രസിഡന്റ് ആകുന്നത്, നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്, ഇതൊക്കെയാണ് 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ. അടുത്തത് 1931 കറാച്ചി സമ്മേളനം പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേൽ. 1931 കറാച്ചി സമ്മേളനം പ്രസിഡന്റ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ചു. 1931 കറാച്ചി സമ്മേളനം സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത് 1933 കൊൽക്കത്ത സമ്മേളനം നെല്ലിസൺ ഗുപ്തയാണ് പ്രസിഡന്റ്. 1933 കൊൽക്കത്ത സമ്മേളനം നെല്ലിസൺ ഗുപ്തയാണ് പ്രസിഡന്റ്. പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലിസൺ ഗുപ്ത. ആദ്യത്തേത് ആനി ബസന്റ്, രണ്ടാമത്തേത് നെല്ലിസൺ ഗുപ്തയാണ്. ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ സമ്മേളനമാണ് 1933 കൊൽക്കത്ത സമ്മേളനം. ആദ്യത്തേത് 1932 ഡൽഹി സമ്മേളനം. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാർ നിരോധിച്ച സമ്മേളനങ്ങളാണ് 1932 ഡൽഹി സമ്മേളനവും 1933 കൊൽക്കത്ത സമ്മേളനവും. അടുത്തത് 1934 ബോംബെ സമ്മേളനം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസിഡന്റ്. 1934 ബോംബെ സമ്മേളനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രസിഡന്റ്. സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് 1934
ബോംബെ സമ്മേളനം പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് 1935 ബോംബെ സമ്മേളനവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് പ്രസിഡന്റ്. 1935 ബോംബെ സമ്മേളനവും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് പ്രസിഡന്റ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനമാണ് 1935 ബോംബെ സമ്മേളനം. പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് 1936-37 കാലഘട്ടത്തിലുള്ള ഫൈസ്പൂർ സമ്മേളനം പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. 1936-37 കാലഘട്ടത്തിലുള്ള INC സമ്മേളനമാണ്. INC സമ്മേളനത്തിന്റെ വേദിയാണ് ഫൈസ്പൂർ സമ്മേളനം. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ INC സമ്മേളനമാണ് ഫൈസ്പൂർ സമ്മേളനം. INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഈ സമ്മേളനത്തിലാണ്. അപ്പൊ 1936-37 കാലഘട്ടത്തിൽ ഫൈസ്പൂർ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. അടുത്തത് 1938 ഹരിപുര സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് ആണ് പ്രസിഡന്റ്. 1938 ഹരിപുര സമ്മേളനം. ഹരിപുര എന്നുള്ളത് ഗുജറാത്തിലാണ്. ഹരിപുര സമ്മേളനം പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനമാണ് 1938 ഹരിപുര സമ്മേളനം. 1939 ത്രിപുരി സമ്മേളനവും സുഭാഷ് ചന്ദ്രബോസ് ആണ് പ്രസിഡന്റ്. 1939 ത്രിപുരി സമ്മേളനം സുഭാഷ് ചന്ദ്രബോസ് ആണ് പ്രസിഡന്റ്. INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ഈ ഒരു വർഷമാണ്. 1939 ത്രിപുരി സമ്മേളന സമയത്താണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആയി. ഓക്കെ, അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആയത്. 1939 ത്രിപുരി സമ്മേളനത്തിനാണ്. ത്രിപുരി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന് എതിരെ നിന്നത് പട്ടാഭി സീതാരാമയ്യാണ്. അടുത്തത് 1942 ബോംബെ സമ്മേളനം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് പ്രസിഡന്റ്. 1942 ബോംബെ സമ്മേളനം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട സമ്മേളനമാണ് 1942 ബോംബെ സമ്മേളനം. പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത് 1946 മീററ്റ് സമ്മേളനം. JB കൃപലാനിയാണ് പ്രസിഡന്റ്. 1946 മീററ്റ് സമ്മേളനം JB കൃപലാനിയാണ് പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആണ് JB കൃപലാനി. അപ്പൊ 1946 മീററ്റ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് JB കൃപലാനി. അടുത്തത് 1948 ജയ്പൂർ സമ്മേളനം. പട്ടാഭി സീതാരാമയ്യാണ് പ്രസിഡന്റ്. 1948 ജയ്പൂർ സമ്മേളനം പട്ടാഭി സീതാരാമയ്യാണ് പ്രസിഡന്റ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ INC സമ്മേളനമാണ് 1948 ജയ്പൂർ സമ്മേളനം. പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. അടുത്തത് 1950 നാസിക് സമ്മേളനം. പുരുഷോത്തം ദാസ് ടണ്ടൻ ആണ് പ്രസിഡന്റ്. 1950 നാസിക് സമ്മേളനം പുരുഷോത്തം ദാസ് ടണ്ടൻ ആണ് പ്രസിഡന്റ്. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോഴുള്ള INC പ്രസിഡന്റ് ആണ് പുരുഷോത്തം ദാസ് ടണ്ടൻ. 1955 ആവടി സമ്മേളനം. UN ദബ്ബാർ ആണ് പ്രസിഡന്റ്. 1955 ആവടി സമ്മേളനം UN ദബ്ബാർ ആണ് പ്രസിഡന്റ്. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയ രൂപവൽക്കരണം നടന്ന സമ്മേളനമാണ് 1955 ആവടി സമ്മേളനം. പ്രസിഡന്റ് UN ദബ്ബാർ. അടുത്തത് 1959 ഡൽഹി പ്രത്യേക സമ്മേളനം. ഇന്ദിരാഗാന്ധിയാണ് പ്രസിഡന്റ്. 1959 ഡൽഹി പ്രത്യേക സമ്മേളനം. ഇന്ദിരാഗാന്ധി പ്രസിഡന്റ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, അപ്പൊ 1959 ഡൽഹി പ്രത്യേക സമ്മേളനത്തിന്റെ പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. അടുത്തത് 1985 ബോംബെ സമ്മേളനം. രാജീവ് ഗാന്ധിയാണ് പ്രസിഡന്റ്. 1985 ബോംബെ സമ്മേളനം. രാജീവ് ഗാന്ധി പ്രസിഡന്റ്. 1985 കോൺഗ്രസിന്റെ 100ാമത് വാർഷിക സമയത്തെ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. ഓക്കെ, അപ്പൊ 1985 ബോംബെ സമ്മേളനം രാജീവ് ഗാന്ധിയാണ് പ്രസിഡന്റ്. അടുത്തത് 1997 കൊൽക്കത്ത സമ്മേളനം. സീതാറാം യെച്ചൂരിയാണ് പ്രസിഡന്റ്. 1997 കൊൽക്കത്ത സമ്മേളനം സീതാറാം യെച്ചൂരിയാണ് പ്രസിഡന്റ്. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റാണ് സീതാറാം യെച്ചൂരി. അടുത്തത് 1998 കൊൽക്കത്ത സമ്മേളനം. സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ്. 1998 കൊൽക്കത്ത സമ്മേളനം സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തിയാണ് സോണിയാഗാന്ധി. ഓക്കെ, 1998 കൊൽക്കത്ത സമ്മേളന പ്രസിഡന്റ് സോണിയാഗാന്ധി. ഓക്കെ, താങ്ക് യു.